അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സംസ്ഥാന SKSSF കമ്മിറ്റി സംഘടിപ്പിച്ച ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൻ്റെ ഈ അനുസ്മരണ സെമിനാറിൽ ആലിക്കുട്ടി ഉസ്താദ് വ്യക്തിയും വൈവിധ്യവും എന്ന വിഷയത്തിലാണ് ഏതാനും മിനിറ്റുകൾ വിഷയം അവതരിപ്പിക്കേണ്ടത്. ഒരു വിസ്മയകരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഷെയ്ഖുൽ ജാമിയ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വലിയ സൗഭാഗ്യം നൽകിയ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ആലിക്കുട്ടി ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ബഷീർ ഫൈലി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7ാമത്തെ വയസ്സിൽ പള്ളി ദർസിലേക്ക് പോയി 4 പ്രധാനപ്പെട്ട ദർസുകളിൽ ഇരുമ്പുഴിയിലും പടിഞ്ഞാറ്റുമുറിയിലും അരിപ്രയിലും പുത്തനങ്ങാടിയിലുമൊക്കെയായി പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാരിൽ നിന്ന് മുതവ്വൽ പഠനത്തിന് വേണ്ടി കോളേജുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓതേണ്ട എല്ലാ കിതാബുകളും വളരെ ആഴത്തിൽ പഠനം നടത്തി. 13 വർഷത്തെ ദർസി പഠനം. അത് കഴിഞ്ഞ് ജാമ്യയിലെത്തുമ്പോൾ മുതവ്വലിലേക്ക് പ്രവേശനം കിട്ടിയിട്ട് പോലും എനിക്ക് 4 വർഷം ജാമ്യയിൽ പഠിക്കണം, 6ാം ക്ലാസ്സിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ജാമിയ ജാമ്യയുമായിട്ടുള്ള ആ ബന്ധം ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. നേടിയെടുത്ത വിദ്യാഭ്യാസം, നേടാത്ത വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിരവധി പഠനങ്ങൾക്കുള്ള അവസരം, അതിലേറെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുമായും കോട്ടുമല ഉസ്താദുമായും താഴക്കോട് കുഞ്ഞലവി ഉസ്താദ് പോലെയുള്ള മഹാപണ്ഡിതന്മാർ, അവരിൽ നിന്ന് ഇൽമു പഠിക്കുക, ഓതിയ കിതാബുകൾ തന്നെ അവരിൽ നിന്ന് വീണ്ടും ഓതുക. ജമ്മുൽ ജവാമി നേരത്തെ ദർസിൽ നിന്ന് പരിപൂർണമായി ഓതിയതാണ്. പക്ഷേ ശംസുൽ ഉലമയിൽ നിന്നത് പിന്നെയും ഓതി. ഷെയ്ഖുൽ ജാമിയ പറയുന്ന രീതി ശംസുൽ ഉലമയുടെയും കോട്ടുമല ഉസ്താദിന്റെയും ഒക്കെ മുന്നിൽ വന്ന് പഠിക്കുമ്പോൾ വിശാലമായ വൈജ്ഞാനിക കവാടങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ആ ഒരു ഉസൂൽ, ശംസുൽ ഉലമയുടെ ആ ഒരു ഉസൂലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ എല്ലാ കാര്യത്തിലും സ്വീകരിച്ചത്. AV ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ശംസുൽ ഉലമയെ ഒരു റോൾ മോഡലായി കണ്ട് ശംസുൽ ഉലമയുടെ നിലപാടിന്റെ കൂടെ നിന്ന് ശംസുൽ ഉലമയുടെ രാജമാർഗത്തെ ശക്തിപ്പെടുത്തി. അത് ചെറിയ പ്രായം മുതൽ തിരൂർക്കാട് എന്ന പ്രദേശത്ത് ഒരൊറ്റ ബിരുദം നേടിയ പണ്ഡിതനും ഉണ്ടായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല വേരോട്ടമുള്ള മണ്ണായിരുന്നു തിരൂർക്കാട്, ഉസ്താദിന്റെ നാട്. വഹാബി പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു. സുന്നികൾ വളരെ വിരളം, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി വളരെ കുറഞ്ഞ ഒരു പ്രദേശം. അവിടെയാണ് കുന്നത്ത് കുടുംബത്തിൽ പിറന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയയെ ആ കുടുംബം പള്ളി ദർസിലേക്ക് ഓതാൻ അയക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഒരു നിമിത്തമാവാം. ഷെയ്ഖുൽ ജാമിയയുടെ കുടുംബം, കുന്നത്ത് ഫാമിലി അവിടേക്ക് എത്തുന്നത് നമ്മുടെ ചാലിയത്ത് നിന്നാണ്. കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ തൊട്ടടുത്ത ചാലിയത്ത് നിന്നാണ്. ചാലിയത്തേക്ക് പഴയ കാലഘട്ടത്തിൽ അറബ് നാട്ടിൽ നിന്ന് വന്ന ഒരു പണ്ഡിത പരമ്പര, ആ പരമ്പരയിൽപ്പെട്ടവർ തിരൂർക്കാട്ടേക്ക് താമസം മാറ്റി. ആ ഒരു പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ ഒരു പൈതൃകം, ആ ഒരു പാരമ്പര്യപരമായ ഒരു തൗഫീഖ്, തിരൂർക്കാട് 16ാമത്തെ വയസ്സിൽ അവിടെ ഖത്തീബായി നിശ്ചയിക്കപ്പെടുന്നത്. ഉസ്താദിന്റെ കുടുംബം, ഉസ്താദിന്റെ പിതാവ്, ഉസ്താദിന്റെ വല്ലിപ്പ ആലിഹാജി, അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വളരെ ആവേശമുള്ള പ്രവർത്തകരായിരുന്നു. ആ നാടിന്റെ ഒരു ഭാവി വാഗ്ദാനമായി 7ാമത്തെ വയസ്സിൽ വല്ലിമ്മയുടെ നിർബന്ധപ്രകാരം പള്ളി ദർസിലേക്ക് ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് 7 വയസ്സുള്ള ഒരു കുട്ടിയെ താമസിച്ച് പഠിക്കാൻ പള്ളി ദർസിലേക്ക് പറഞ്ഞയക്കുമ്പോ, ഇരുമ്പുഴിയിലേക്ക് പറഞ്ഞയക്കുമ്പോ അവർ കണ്ട ഒരു സ്വപ്നമായിരിക്കാം.
ആ സ്വപ്നം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പൂവണിയിച്ചു കൊടുത്തു. തിരൂർക്കാട് മുതഅല്ലിമായി ഓതിപ്പടിക്കുന്ന കാലഘട്ടത്തിൽ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നിരന്തരം ഓരോ ആളുകളെ കണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധനം നടത്തി ചെറിയ ചെറിയ ക്ലാസുകളും വഅളുകളും സംഘടിപ്പിച്ച് ബിദ്അത്തിന്റെ പൊള്ളത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബിസത്തിന്റെയും ഒക്കെ അപകടം ജനങ്ങളെ ബോധ്യപ്പെടുത്തി സുന്നത്ത് ജമാഅത്തിനെ അവിടെ ശാക്തീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ ഖതീബായത്. 19ാമത്തെ വയസ്സിൽ മഹല്ലിന്റെ ഖാദിയായി അവരോധിക്കപ്പെട്ടത്. ഇപ്പോ തിരൂർക്കാട് മഹല്ല് ഒരു വിശാലമായ മഹല്ലായി വളർന്നു. ഞാൻ അവിടെ 2 കൊല്ലം സേവനം ചെയ്തിട്ടുണ്ട് തിരൂർക്കാട് ജുമുഅത്ത് പള്ളിയിൽ. ഇപ്പൊ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായി നമ്മളൊക്കെ ശൈഖുനെ കാണാൻ ചെന്നപ്പോ അവിടുത്തെ മനോഹരമായ പള്ളി കണ്ടില്ലേ, അൻവാർ എന്ന മഹത്തായ സ്ഥാപനം കണ്ടില്ലേ. സ്വന്തം നാടിനെ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റി ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ. കേന്ദ്ര ജുമുഅത്ത് പള്ളിയുടെ കീഴിൽ 8 ജുമുഅ നടക്കുന്ന പള്ളികളുണ്ട്, 8 മദ്രസകളുണ്ട്, 19 നിസ്കാര പള്ളികളുണ്ട്, അൻവാർ എന്ന മഹത്തായ സ്ഥാപനമുണ്ട്. ഇന്ന് അവിടെ ആ ഒരു മഹല്ലിൽ മാത്രം 40-ലധികം ഫൈലി പണ്ഡിതന്മാരുണ്ട്. ഉസ്താദിന്റെ കുടുംബത്തിലെ മക്കളും പേരക്കുട്ടികളും അതേപോലെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടെ അനുജന്മാരും അവരുടെ മക്കളും ഒക്കെ ഫൈലി പണ്ഡിതന്മാർ, അയൽക്കാർ, ആ നാട്ടുകാർ. ആ നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിന്ന ഒരു വലിയ മാതൃകയാണ് ശൈഖുൽ ജാമിയ നമുക്ക് കാണിച്ചു തന്നത്. പല ആളുകളുടെയും ധാരണ ശൈഖുൽ ജാമിയയുടെ ലാളിത്യവും സൗമ്യതയും ആ നിഷ്കളങ്കതയും സംസാരത്തിലും പ്രഭാഷണത്തിലും പെരുമാറ്റത്തിലും ഒക്കെയുള്ള ആ ഒരു മാതൃക കണ്ട് ഇന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില രീതികളുണ്ട് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ജാമിയയുടെ വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി ബിദ്അത്തിനെതിരെ പോരാടുന്ന വഴിയല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്ന ബിദ്അത്തിനെതിരെ ശക്തമായി പോരാടിയിട്ടാണ് ശൈഖുനയുടെ മണ്ണ്, സ്വന്തം നാട്, അടിസ്ഥാനപരമായ മാർഗങ്ങൾ മുഴുവനും ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് പാകപ്പെടുത്തിയെടുത്തത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, ആശയങ്ങൾ, അത് കർമ്മശാസ്ത്രപരമായും വിശ്വാസപരമായുമുള്ള കാര്യങ്ങൾ ലോകവേദികളിൽ ശംസുൽ ഉലമയിൽ നിന്ന് നേടിയെടുത്ത ആ ഊർജവും ശംസുൽ ഉലമയുടെ രീതിയും അത് ആഗോള വേദികളിൽ അവതരിപ്പിച്ച രീതി നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചില്ലേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ രാജമാർഗം എല്ലാ മേഖലയിലും പിന്തുടർന്ന ശൈഖുൽ ജാമിയ നമ്മോട് പല വേദികളിലും പൊതുവേദികളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടെ ഇരിക്കുന്ന സമസ്തയുടെ അജയ്യനായ നേതാവ് സയ്യിദുൽ ഉലമയുടെ കൈപിടിച്ച്, ഇത് ശംസുൽ ഉലമയുടെ കുട്ടിയാണ്. പല വേദികളിൽ ശൈഖുൽ ജാമിയ നമുക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തന്നിട്ടില്ലേ, ഇത് ശംസുൽ ഉലമയുടെ കുട്ടിയാണ്. കൈപിടിച്ചുകൊണ്ട് സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നേതാവിനെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന ശൈഖുൽ ജാമിയ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദ് ഈ മഹത്തായ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ അടുത്ത ഒരു ദിവസം ഒരു അനുസ്മരണ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗം ശൈഖുന കുമരനല്ലൂർ MV ഇസ്മായിൽ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, മഹാനവറുകൾ പറഞ്ഞു, സമസ്തയുടെ മുശാവറ യോഗം കൂടുമ്പോ ഓരോ മുശാവറ യോഗത്തിലും ആലിക്കുട്ടി ഉസ്താദ് സ്വാഗതം പറയുമ്പോ സംസാരിക്കുമ്പോ ഞങ്ങളോട് മുശാവറ അംഗങ്ങളോട് പറയാറുള്ള കാര്യം, നമ്മള് തങ്ങളുടെ കൂടെ നിൽക്കണം, തങ്ങൾ ഉസ്താദിന്റെ കൂടെ നിൽക്കണം, സയ്യിദുൽ ഉലമയുടെ കൂടെ നിൽക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സയ്യിദുൽ ഉലമയുടെ വഴി, അത് ശംസുൽ ഉലമയുടെ വഴിയാണ്, ആ വഴിയുടെ കൂടെയായിരിക്കണം നമ്മൾ ഒറ്റക്കെട്ടായി മുശാവറ അംഗങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടത് എന്ന് പല മുശാവറ യോഗങ്ങളിലും ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ ഞങ്ങളോട് ഉപദേശം നൽകിയിരുന്നു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട MV ഇസ്മായിൽ ഉസ്താദാണ്.
ആ മാർഗം ഇൻഷാ അല്ലാഹ് ശംസുൽ ഉലമയുടെ മാർഗം, ഷെയ്ഖുൽ ജാമിയുടെ മാർഗം, ആ ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരും മക്കളുമായ പ്രഗത്ഭരായ മുശാവറ അംഗങ്ങൾ നമ്മുടെ മുന്നിൽ വഴികാട്ടിയായി പ്രസ്ഥാനത്തെ സുന്നത്ത് ജമാഅത്തിനെ നമ്മുടെ ആശയത്തെ ആദർശത്തെ വഴികാണിച്ചുകൊണ്ട് അവർ മുന്നിൽ നടക്കുകയാണ്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഷെയ്ഖുൽ ജാമിയക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.